ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് 3 ഇൻഗ്രീഡിയൻസ് വെച്ച് ഈസി ആയിട്ട് ഒരു കേക്കാണ്. ഓറിയോ പേസ്ട്രി കേക്ക്. കേക്ക് ഉണ്ടാക്കുവാനായി ഞാനിവിടെ ഓറിയോൻ്റെ 50 ഗ്രാമിൻ്റെ 4 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ക്രീം സെപ്പറേറ്റ് ആക്കണം. ഇതേപോലെ തന്നെ നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് നല്ലതുപോലെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പാലാണ് കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. കുറച്ചായി നമുക്ക് ഈ മിക്സിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമ്മൾ മിക്സ് ചെയ്ത ബാറ്റർ ഒഴിക്കാനായി ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ബട്ടർ പേപ്പർ വെച്ച് അല്പം ഓയിൽ അല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ പുരട്ടിയൊന്ന് വെക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിക്കാം. ഇനി നമുക്ക് സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ സ്ഥിരം കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു കടായിയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇതുപോലൊരു റിങ് ഇറക്കി വയ്ക്കാം. റിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും സ്റ്റീലിൻ്റെ പ്ലേറ്റോ കമിഴ്ത്തി വെച്ചാലും മതി, അത് വയ്ക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറക്കാം. അപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. അതിനുശേഷം നമുക്ക് ബാറ്റർ ഇതിലേക്ക് വയ്ക്കാം. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇനി നമ്മൾ ക്രീം മാറ്റി വെച്ചിട്ടില്ലേ ബിസ്ക്കറ്റിൻ്റെ, അതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒഴിച്ചത് ചൂട് പാലാട്ടോ, ചെറിയ ചൂടുള്ള പാലാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. കണ്ടോ, ഒരു 4 മിനിറ്റോളം നമ്മളിങ്ങനെ വിസ്ക് കൊണ്ട് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും കണ്ടോ ക്രീം നമുക്ക് ഒരു ക്രീമിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടും. ഇനി ഇത് മതി. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതൊന്ന് സെറ്റായോ നോക്കാം. കണ്ടോ, ടൂത്ത് പിക്കിലൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മളുടെ കേക്ക് സെറ്റായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായി തണുത്ത് കഴിഞ്ഞു. കണ്ടോ, ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ബട്ടർ പേപ്പർ നമുക്ക് എടുത്തു മാറ്റാം. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. കേക്കാട്ടോ, ഈ സൈഡും കൂടെ നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് 2ആയി കട്ട് ചെയ്യാം.
ഫ്രിഡ്ജിൽ 10 മിനിറ്റ് നേരം വെച്ചിരുന്ന ക്രീം ഞാൻ പുറത്തേക്ക് എടുത്തു. ഇനി നമുക്കിത് കേക്കിൽ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ഈ പീസ് എടുത്ത് ഇതിൻ്റെ മേലെ വയ്ക്കാം. ഇപ്പോൾ ഞാൻ കേക്കിൽ ആ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ ഒരു ചെറി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഓറിയോ പേസ്ട്രി കേക്ക് തയ്യാറാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ലോക്ക്ഡൗൺ സമയത്ത് വളരെ ഈസിയായി ബിസ്ക്കറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.